നമുക്ക് അൽ-അസ്ഹർ പള്ളിയിലേക്ക് പോകുന്ന ഇങ്ങനത്തെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അതിലൂട്ടാണ് പോകേണ്ടത്. നമ്മൾ ഏകദേശം ഇവിടെ 7 മണിയായി. പക്ഷെ എനിക്ക് തോന്നുന്നത് തുർക്കിയും ജോർജിയയും പിന്നെ ഈ ഈജിപ്തെല്ലാം 7 മണിയായാലും 8 മണിയായാലും അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഇവിടെ ആവുന്നില്ല കേട്ടോ. ഇപ്പൊ മുംബൈയില് ഇത് സെയിം സാധനത്തിലോട്ട് നമ്മൾ പോയിന്. മറ്റേ മുംബൈയിൽ ഒരു കടലിൻ്റെ ഉള്ളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയാലോ ആ ദർഗയിൽ പോയാലും ഇങ്ങനെ കടലിൻ്റെ ഇങ്ങനത്തെ ഒരു അണ്ടർപാസിലൂട്ടാണ് പോയത്. എന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോകണം. എല്ലായിടത്തും കച്ചവടക്കാരൻ കേട്ടോ. എവിടെ നോക്കിയാലും മൈലാഞ്ചി ഇടുന്ന ആൾക്കാർ, വള വെക്കുന്ന ആൾക്കാർ, പിന്നെ കുറേ ബെല്ലി ഡാൻസിന് ഡ്രസ്സ് വെക്കുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ മുമ്പിലെത്തി. ഇത് ഡൽഹി ജുമാ മസ്ജിദ് പോലെ തോന്നുന്നുണ്ട് ഈ പള്ളി കാണുമ്പോൾ. അപ്പോൾ ഇതാണ് അസർ പള്ളി. ഭയങ്കര മുഞ്ചുള്ള പള്ളിയാട്ടോ ഇത്. ഖുർആൻ ഓതുന്ന സ്ഥലം വേറെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഡൽഹിയിലും മുംബൈയിലും പോയ കുറേ ജുമാ മസ്ജിദ് ഓർമ്മ വരുന്നത്. മിനാരങ്ങൾ കണ്ടാണ്. 2 മിനാരങ്ങളാണ് ഈ പള്ളിക്കുള്ളത്. രണ്ടല്ല, അവിടെ ഇരുന്നിട്ടോ.
ഇതാണ് ഏറ്റവും പ്രശസ്തമായ അൽ-അസ്ഹർ മോസ്ക്. നടന്ന് നടന്ന് നമ്മളാകെ തെണ്ടിപ്പോയിട്ടോ. ഇങ്ങനെ പൊടിയുണ്ട്. ഇപ്പൊ ശരിക്കും നമ്മളെ ഇന്ത്യയിലെ ബംഗാളിൽ പോയിട്ട് അവസ്ഥയാണ് ഈ ഈജിപ്തിൽ ഈ ഒരു ടൗണിലൂടെ പോകുന്നേരം. ടൗണിൽ നടന്ന് നടന്ന് ദാഹിച്ച് തൊണ്ട പൊട്ടി അവസാനം ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് കടയിൽ നമ്മൾ മുന്തിരി വാങ്ങാന്ന് വിചാരിച്ച് ഇതാണ്ട മറ്റേ കുരുവില്ലാത്ത മുന്തിരി. ഇത് എല്ലാത്തിനും പൈസ നോക്കിയാ ഇതിന് 35 ഉറുപ്പ്യ 1 കിലോ. നമ്മുടെ നാട്ടിലൊരു 70 ഉറുപ്പ്യ ഉണ്ട്. എടാ മറ്റേ ആ 2 പഴം മാടിക്കണ്ടേ? ആ 2 പഴം മാടിക്കണ്ടേ? 2 എണ്ണം. ഓക്കെ നീ പൈസ മേടിക്കും. എന്റെ മക്കളെ എന്ത് ചൂടാ നോക്കിയിടാ. ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലേ ഓട്ടർഷന്റെ ഒച്ച. കഴുകണ്ടേ? അടുത്ത് വെള്ളം ഒഴിക്കണ്ടേ? കുറച്ച് വെള്ളം ഒഴിച്ചു തരാൻ പറ. ഓനിക്ക് തിരക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചു തരാൻ പറ. 2 എണ്ണം മതി. ഏതെങ്കിലും പെഴുത്തത്. 2 പീസ് മതി. 2 എണ്ണം. നോ ബ്രദർ ഇവിടുന്ന് 2 എണ്ണം എടുത്തോ. ഓൺലി 2 പീസ്. ആ ഓക്കെ. 2 എണ്ണത്തിന് 5 ഉറുപ്പ്യ. നമ്മളങ്ങനെ 2 പഴം വാങ്ങിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. മുന്തിരി കഴുകണ്ടേ? കുറച്ച് വെള്ളം പാനി വാട്ടർ സോയ വാട്ടർ ഫോർ അക്കൾ കുപ്പിയിൽ വെള്ളമില്ല. കുറച്ച് തരുമോ? വാട്ടർ ഷോയ് ഷോയ് ഫോർ ഗ്രേപ്പ്. ഇതാണ് മക്കളെ ഇവിടുത്തെ ഓട്ടോറിക്ഷ. അങ്ങനെ നമ്മള് ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്തോടെ ഇങ്ങനെ 1 മിനിറ്റ് ഇരുന്നിക്കില്ലേ? ഇതാണ് ഇമാം ഷാഫി പള്ളി കെയ്റോയിലുള്ള നമ്മളെ ഇമാം ഷാഫിൻ്റെ പള്ളിയാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉള്ളിൽ മുഴുവൻ ദുആലുണ്ട്. നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാം. നമ്മൾ തുർക്കിയിൽ പോയ സമയത്ത് അവിടെ ഓട്ടോമൻ്റെ ഖിലാഫത്ത്, ഓട്ടോമൻ്റെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് മുഹമ്മദ് ഫത്തേ രണ്ടാമൻ്റെ അടുത്തെല്ലാം ഈ കാണുന്ന ഒരു ഓട്ടോമൻ്റെ തൊപ്പി ഒത്തിരി സാധനമുണ്ട്. അപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ മുകളിലും അക്ബറിൻ്റെ മുകളിലും ഇതുപോലത്തൊരു കിരീടം പോലത്തൊരു സാധനം ഇവർ വെച്ചിട്ടുണ്ട്.
പിന്നെ വേറൊരു വിശ്വാസം എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഷാഫി ഇമാമിനെ കാണാൻ സന്ദർശിക്കാൻ വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച അതിന് ഭയങ്കര പ്രാർത്ഥനയാണ് ഇവിടെ. കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ കുറേ ഉസ്താദുമാരെ പ്രാർത്ഥന. ഒന്നാമത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ട് കുറേ ഓത്തും ബൈത്തെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഈജിപ്തിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഷാഫി ഇമാമിൻ്റെ മക്ബറ. ഇസ്ലാമിൽ 4 മദ്ഹബുകളുണ്ട്: ഷാഫി, ഹനഫി, മാലിക്കി. പിന്നെ ഈ നാട്ടിൽ നമ്മളെ നാട് പോലെ വീടൊന്നുമില്ല. എല്ലാവരും ഇതുപോലത്തെ പൊട്ടിയ പഴയ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ബിൽഡിങ്ങൊന്നും അങ്ങനെ വലിയ പുതിയ ഫ്ലാറ്റൊന്നും അല്ല, എല്ലാം പഴയ ബിൽഡിങ്ങാണ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ കാൽപ്പാദം എന്ന് പറഞ്ഞിട്ട് നഫീസത്ത് ബീവി പള്ളി. ഇന്ന് വെള്ളിയാഴ്ച അന്ന് കുറേ ആൾക്കാരുണ്ട്. നമുക്ക് മുമ്പിൽ നിന്ന് പോയിട്ട് നോക്കാനാണ്. صل وسلم وبارك على سيدنا الأولين والآخرين صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل حبيبتي طبعا تعالي دخيلي تعالي خديها تعالي 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 ما كده تروح كمان الريال اللي جوه مش عايزه واحد بس هاتي يا ماما لو سمحت هاتي يا جماعه انتوا قدام الست دي هتيجي عندكم يلا يا جماعه السلام هاتي واحده ياخد واحده هاتي حاجه يا مين ما اخدش يا جماعه اتفضلي اتفضلي صلاة المسجد صلاة المسجد خلي بالك كل واحدة تخلي بالها من شنطتها كل واحدة تخلي بالها من شنطتها يا حبايبي لو صلاة الصلاة صلاة المغرب في المسجد مش هينفع اخش عادي بره في ناس قاعدة بره تعالي من نفس المكان وخلاص
هاتي بلحية هاتي بلحية انا همشي عليها 1000 مكان. നമ്മൾ ഈ നഫീസത്ത് പള്ളീൻ്റെ ഇടയിലോട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആളുകൾ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. ചില ആളുകൾ നോക്കിയായിട്ട് ഇതിലോട്ട് നടക്കുന്ന കുറേ എല്ലാവരും ഇങ്ങനെ പൈസക്ക് ഇറക്കൂടുന്നു. എല്ലാവരും പേര് രാജിക്കും. يا جماعه عدوا الطريق. استنوا يا جدعان بقى ناخد واحدة زيكم يا تاتي. ده حاجة كبيرة. ഈ പള്ളിയിൽ ഇഷ്ടം പോലെ കുട്ടികൾ ഇങ്ങനെ പൈസക്ക് യാചിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് ഈ എല്ലാം ഇങ്ങനെ ഓരോന്ന്. പിന്നെ കഥ ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ വെക്കുന്നത്. ഇതെല്ലാം ആളുകൾ സാധനങ്ങൾ വെക്കുന്നു. ഇവരെടുത്തു. ഇതാണ് പള്ളീൻ്റെ ഫുൾ വ്യൂ. പിന്നെ ആളുകളെല്ലാം ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കുട്ടികൾ. ഹലോ, നീ എവിടത്തേക്കാ പോയത്? നിന്നെ കാണുന്നില്ലല്ലോ. നീ ഇപ്പൊ എവിടെയുള്ള? ഞാൻ കുറേ സമയം എന്നെ വിളിക്കുന്നു. ഇതാണ് നഫീസത്ത് ബീബി പള്ളി. അതിൻ്റെ മുകളിൽ എഴുതിയാണ് നിങ്ങൾ മസ്ജിദുൻ സയ്യിദ നഫീസ. സയ്യിദായിട്ടാണ് കാണുന്നത്. മരിബാങ്ക് കൊടുത്ത്. ശുക്രൻ. നീ എവിടെയാ പോയേ? എടേ, അനക്കൊരു സാധനം കിട്ടിയാലോ തിന്നാന്? മറ്റേ ഇറച്ചി വെച്ച അപ്പം ഇല്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാം. കഴിക്കാറില്ല. എടാ ഞാൻ സോറി സാർ. എടാ ഞാൻ ടേസ്റ്റ് നോക്കിക്കില്ല. തിന്നാൻ പറ്റൂല. ഇതെന്റെ കടയിൽ സെയിൽ ചെയ്യാനാ. ഇഷ്ടപ്പെടുവോ? ഇവരെ ഫുഡല്ലടാ. ഈജിപ്തിലെ ഫുഡ്. ഇവിടെ ഈ പള്ളിന്ന് കൊടുക്കുന്നതാണ്. ഇതിന് പേരെന്താടാ? ഇതാ ഫൂല്? അല്ലല്ല, പിന്നെ ഇത് പേര് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുബൂസിന്റെ ഉള്ളിൽ ചിക്കൻ ഇറച്ചി എന്തോ വെച്ച് ബീഫ് വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും. തിന്നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇറച്ചിൻ്റെ ഒരു കുബൂസ് അവിടെ പള്ളിയിൽ വരുന്ന ആക്കൽ ഇവർ കൊടുക്കുന്നത്. പിന്നെ ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട്. രണ്ട് ആൾക്കാരിൽ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട് റോഡ് വന്ന്.
ഹവാബിഷി കവാബിഷി അല്ലാഹുമ്മ മട്ടൻ മട്ടൻ അല്ലല്ല ചിക്കൻ. ഇതാണ് ബീഫല്ല, ഇത് മട്ടനാ. ആടിന്റെ ഇറച്ചി അതിന്റെ ഉള്ളിലുള്ള കുട്ടി കൊടുത്ത അത് തിന്നോ. നമ്മൾ വെള്ളത്തിന് ഉപ്പയുടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അത് മറിഞ്ഞു പോവും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ പള്ളിയിൽ ഭയങ്കര തിരക്കാട്ട്. ഇത് ആൾക്കാരെല്ലാം നിസ്കരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്താണ് ഈ പള്ളി. പിന്നെ ഇഷ്ടംപോലെ ഓട്ടർഷ ഉണ്ട്. നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ഒരു ഇന്ത്യ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഓട്ടർഷ കാണുമ്പോൾ. പക്ഷേ വൃത്തിൻ്റെ കാര്യത്തിൽ ഈജിപ്ഷ്യൻ തീരെ പോരാ കേട്ടോ. അതൊക്കെ എല്ലായിടത്തും കച്ചറ ഇങ്ങനെ വാരിയിട്ടതും ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓരോ ഓട്ടർഷിൻ്റെ പോലെ നോക്കി നിങ്ങൾ കവറ് വെച്ചിട്ടാണ് ആ ഓട്ടോ എല്ലാവരും മറിച്ച് വെച്ചത്. ആ ഏതൊരു ട്രാവലർ ബൈക്കടാ. ഈജിപ്ഷ്യൻ തന്നെയാ അല്ലാലോ. ഇവിടെ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ ആരുള്ള? നമ്മളൊരു ട്രാവലർ ബൈക്ക് കണ്ടോ. ഈജിപ്താണ് എന്താലേ വണ്ടി സെറ്റാക്കി വെച്ചിന് പൊള്ളിയാക്കി. ഇവിടെ കുറെ പെണ്ണുങ്ങന്മാരുടെ റോഡ് മേലെ ഓരോ സാധനം വെക്കുന്നുണ്ട്. പക്ഷെ ബാങ്ക് കൊടുത്തിട്ട് ആരും പള്ളിയിൽ പോയി നിശ്ചയിക്കുന്നുള്ളൂ. ഇവരിങ്ങനെ നടക്കലാന്ന് തോന്നുന്നു. ഇവർക്ക് അങ്ങനെ ദീനൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ അണക്കുവന്നത് ഏകദേശം 3/4 ഭാഗമുള്ള നാടാണ് ഈജിപ്ത്. ഇതാ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോയാൽ നമുക്ക് പിന്നെ എവിടെ വരെ പോവാ? ഇതൊക്കെയാ പക്ക നമ്മളെ ഇന്ത്യയിലെ ഏതോ ഒരു, നമുക്ക് ശരിക്കും ബംഗാളിൽ പോയൊരു ഫീലാണ് വരുന്നത് ഈ ഓട്ടോറിക്ഷ. ഇതിൽ ആ ഓട്ടോറിക്ഷൻ്റെ ബേക്കോക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ പള്ളിയിൽ ഭയങ്കര തിരക്കാട്ട്. ഇത് ആൾക്കാരെല്ലാം നിസ്കരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്താണ് ഈ പള്ളി. പിന്നെ ഇഷ്ടംപോലെ ഓട്ടർഷ ഉണ്ട്. നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ഒരു ഇന്ത്യ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഓട്ടർഷ കാണുമ്പോൾ. പക്ഷേ വൃത്തിൻ്റെ കാര്യത്തിൽ ഈജിപ്ഷ്യൻ തീരെ പോരാ കേട്ടോ. അതൊക്കെ എല്ലായിടത്തും കച്ചറ ഇങ്ങനെ വാരിയിട്ടതും ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓരോ ഓട്ടർഷിൻ്റെ പോലെ നോക്കി നിങ്ങൾ കവറ് വെച്ചിട്ടാണ് ആ ഓട്ടോ എല്ലാവരും മറിച്ച് വെച്ചത്. ആ ഏതൊരു ട്രാവലർ ബൈക്കടാ. ഈജിപ്ഷ്യൻ തന്നെയാ അല്ലാലോ. ഇവിടെ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ ആരുള്ള? നമ്മളൊരു ട്രാവലർ ബൈക്ക് കണ്ടോ. ഈജിപ്താണ് എന്താലേ വണ്ടി സെറ്റാക്കി വെച്ചിന് പൊള്ളിയാക്കി. ഇവിടെ കുറെ പെണ്ണുങ്ങന്മാരുടെ റോഡ് മേലെ ഓരോ സാധനം വെക്കുന്നുണ്ട്. പക്ഷെ ബാങ്ക് കൊടുത്തിട്ട് ആരും പള്ളിയിൽ പോയി നിശ്ചയിക്കുന്നുള്ളൂ. ഇവരിങ്ങനെ നടക്കലാന്ന് തോന്നുന്നു. ഇവർക്ക് അങ്ങനെ ദീനൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ അണക്കുവന്നത് ഏകദേശം 3/4 ഭാഗമുള്ള നാടാണ് ഈജിപ്ത്. ഇതാ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോയാൽ നമുക്ക് പിന്നെ എവിടെ വരെ പോവാ? ഇതൊക്കെയാ പക്ക നമ്മളെ ഇന്ത്യയിലെ ഏതോ ഒരു, നമുക്ക് ശരിക്കും ബംഗാളിൽ പോയൊരു ഫീലാണ് വരുന്നത് ഈ ഓട്ടോറിക്ഷ. ഇതിൽ ആ ഓട്ടോറിക്ഷൻ്റെ ബേക്കോക്ക് പക്ഷെ അത് കാർ എന്താ അങ്ങനെ പോയത്? പക്ഷെ ഇത് ബ്രദർ ദിസ് നോ. ഓക്കെ താങ്ക് യു. ഇതുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്നില്ല പൈസ എല്ലാം വാങ്ങിക്കാൻ. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. ഇന്ത്യ എല്ലാവരും ചോദിക്കും നിങ്ങൾ എവിടുന്നാ വരുന്നത്? മുസ്ലിം അൽഹംദുലില്ലാ. ഇവിടെ കുറേ ബിൽഡിംഗ് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല.
നല്ല പഴയ ബിൽഡിംഗ് ആട്ടോ ഈ അല്ലസരി പള്ളിയുടെ തൊട്ടടുത്തുള്ള ഭാഗ്യം. ഇത് പഴക്കം നൂറ്റാണ്ടുകളെക്കാളും കൂടുതൽ പഴക്കമുള്ള റൂമല്ലേ. ശരിക്കും പാലസ് പോലില്ലാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ കുറെ കുബൂസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മരുവായപ്പോൾ ഏകദേശം 8 മണിയായപ്പോൾ ബാങ്ക് കൊടുത്ത് അതിൻ്റെ മുകളിൽ ലൈറ്റ് വെച്ച് വെക്കും. മിനാരത്തിൻ്റെ മുകളിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ആളുകൾ മുഴുവൻ ഈ പള്ളീൻ്റെ പരിസരത്ത് ഫുള്ള് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ അങ്ങനെ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് പള്ളിന്റെ അവിടെ സീര കിട്ടൂല. ആ പള്ളിന്റെ അവിടെ നീ പറഞ്ഞ ലൈറ്റ് എടിയാ ഇമാം ഷാഫി പള്ളിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലാട്ടോ. ഒരു വൃത്തി എന്ന് പറയുന്നില്ല. നമുക്ക് ഇവിടെ ചായ ചെന്നോക്കാം. എന്താ ഇവിടെ ചായ വൃത്തിയുണ്ടോ? ഈ ചായക്ക് എത്ര ചോദിച്ചേക്കാം? ഒരു ചായ കടുപ്പം കുറഞ്ഞിട്ട് माइन ज्यादा चाय शोय शक्कर शोय ग्लास that glass yeah. ഇവരെന്താ പ്ലാസ്റ്റിക് നമ്മളങ്ങനെ ഈ ഇമാം പള്ളിന്റെ മുന്നിൽ ചായ കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ചായപ്പൊടിയും വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. ഒരു പഴയ വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഞാൻ പറഞ്ഞേ വേണ്ടാന്ന് നീ കുറച്ച് വഞ്ചര പോയിട്ടിട്. അങ്ങനെ നമ്മളിതാ ഈജിപ്തിലൊരു ചായ കുടിക്കുന്നതാണ് ഇമാം ഷാഫി പള്ളിയുടെ മുമ്പിലായിട്ട്. ഒരു വൃത്തിയൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. ഇപ്പം എനിക്കൊന്നും നമ്മുടെ നാട്ടിലെ ഏതോ ബംഗാളിലെല്ലാം പോയൊരു ഫീല്. എല്ലായിടത്തും നോക്കിയാലും ഈസി ആട്ടോ. പിന്നെ ആൾക്കാരുടെ ഇങ്ങനെ ഒരു സാധാ ലൈഫാണ്. ഓട്ടോറിക്ഷ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. Why you drink this one? This is Hilba. Hilba? Yes. For what? Health, good, immunity. Yes. ഇവിടെ കുറെ ആൾക്കാർ ഡോമിനോസ് കളിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം ചായയും അങ്ങനെ ബുക്കയും വിളിച്ചിട്ട് ഡോമിനോസ് കളിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കളിച്ച ഓർമ്മ ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ.
ولا كوز المحبة في هرم يمين الحمص. الهند. ഈ നാട്ടിലെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി ആട്ടോ ഇത്. പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുക്കുന്ന വണ്ടി. ബ്രദർ, നൈൽ നദിയും അതുപോലെ തന്നെ മിസിറും അത് കേൾക്കുമ്പോൾ തന്നെ നഫീസത്തുൽ മിസ്രിയാന്ന് പേര് വരാൻ കാരണം മിസിറിലെ നഫീസത്താണ്, മാണിക്യമുത്ത് എന്നാണ് മുപ്പത്തിന് പറയുന്നത്. വലിയൊരു പണ്ഡിതയാണ്. കുറേ ഖുർആനും ഹദീസും, ഖുർആൻ മുഴുവനും മനപ്പാടമാക്കി കുറേ ഹദീസും മനപ്പാടമാക്കിയ ഒരു സയ്യിദാണ്. അപ്പോൾ ഈ പള്ളീൻ്റെ മുമ്പിൽ സയ്യിദ നഫീസത്തുൽ മിസ്രിയ മസ്ജിദ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ നഫീസ പള്ളിയിൽ പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. വിചാരിക്കാത്തൊരു യാത്രയായിരുന്നു ഈജിപ്തിലേക്ക്. അത് ഷാഫി ഇമാമിൻ്റെ പള്ളിയിലും അതുപോലെ നഫീസത്ത് ബീവിൻ്റെ പള്ളിയിലും ഹുസൈനുല്ലാഹിൻ്റെ തലവെച്ച പള്ളി, അങ്ങനെ ഒരുപാട് പള്ളിയിൽ എനിക്ക് പോകാൻ പറ്റി. നമ്മളൊരു هم بيتكلموا ربنا يسامحني ولا يسامحني. ولا راضيين. عندهم 30 طب 25. طب ما انتوا عايزين تروحوا فين؟ السيدة عايشة. استغفر الله العظيم رب العرش العظيم. ഇതൊരു രാത്രികാല ഈജിപ്തിലെ വീഡിയോ ആണ്. ഇതാണ് മൻഷീഷ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഹാഷിലുള്ള സ്ഥലമാട്ടോ ഇത്. ഇവിടുത്തെ എല്ലാം ഇങ്ങനത്തെ പോലത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ്.